ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സ്കോപ്പിൻ്റെ കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം എല്ലാ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ തരം എസ് എകൾ വരാം എന്നുള്ളൊരു അസംഷനാണ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ വരും എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് എനിക്കറിയാൻ പാടില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ബാച്ച്. സോ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും എസ് എകൾ എങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ എഴുതാം, എത്ര പാരഗ്രാഫ് തിരിച്ചെഴുതണം, ഓരോ പാരഗ്രാഫിലും എന്തൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ, അവരാരൊക്കെയാണ് എന്നുള്ളത് സ്പെല്ലിങ് തെറ്റാതെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ, ദെൻ എബൌട്ട് ദ സ്റ്റോറി ഓഫ് ഒഡീസിയസ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് ഒഡീസിയസ്, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഒഡീസിയസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് ഒഡീസി, അങ്ങനെ നിങ്ങളുടെ അടുത്ത് പല രീതിക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു ഒഡീസിയസ് രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ആ ഒരു സ്റ്റോറി, അല്ലേ, ആ രാജാവിൻ്റെ സ്റ്റോറി, അതെ, ആ സ്റ്റോറി പഠിച്ചാൽ ക്യാരക്ടർ സ്കെച്ചിൽ നമുക്കത് സെയിം സാധനം തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോവാം. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ നെയിം, അല്ലേ, നെയിം ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ പേര് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എസ് എ ആയിട്ട് ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒഡീസിയസ് രാജാവിൻ്റെ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് എസ് എ ആയിട്ട് ചോദിച്ചേക്കാം. ഇനി അടുത്തത് ഇൻ ക്യോട്ടോ ആൻഡ് ദി ഓൾഡ് പോണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്ത് ഷോർട്ട് എസ് ആയിട്ട് അതിൻ്റെ തീം സംഭവങ്ങളൊക്കെ ചോദിക്കാം. അതല്ലാതെ എസ് എ പോർഷനിലേക്ക് വരുമ്പം എൻറ്റയർ ആ ഒരു കവിതയുടെ സമ്മറി, അതായത് ഇൻ ക്യോട്ടോൻ്റെയും ഓൾഡ് പോണ്ടിൻ്റെയും എൻറ്റയർ ആ ഒരു കവിതകളുടെ സമ്മറി നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇവിടെ ഞാൻ ഇൻ ക്യോട്ടോ കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഓൾഡ് പോണ്ട് കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ബാഷോ എന്ന് പറയുന്ന റൈറ്ററുടെ എന്തൊക്കെ കോൺട്രിബ്യൂഷനാണ് എന്നുള്ളത്. ആളുടെ കോൺട്രിബ്യൂഷൻ എന്താ? ഹൈക്കു ആണ്, അല്ലേ? ഹൈക്കു ആണ് ആളുടെ കോൺട്രിബ്യൂഷൻ. ഏതൊക്കെ ഹൈക്കു നമുക്കറിയാം? നമ്മൾ ഏതൊക്കെ ഹൈക്കു പഠിച്ചിട്ടുണ്ട്? ഇൻ ക്യോട്ടോ ആൻഡ് ഓൾഡ് പോണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് എസ് എ ചോദിക്കാൻ സാധ്യതയുള്ളത് ഹൈക്കുവിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 മാർക്കിന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കു എന്താണെന്ന് എഴുതാം, അതിനുശേഷം ഇൻ ക്യോട്ടോൻ്റെ സമ്മറി എഴുതുന്നു, ഓൾഡ് പോണ്ടിൻ്റെ സമ്മറി എഴുതുന്നു. ഇനി നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ റൈറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ചോദിച്ചാലും ഹൈക്കുവിനെ പറ്റി എഴുതുന്നു, ഇൻ ക്യോട്ടോ എഴുതുന്നു, ഓൾഡ് പോണ്ട് എഴുതുന്നു. ഇനി ഇവരുടെ 2 പേരുടെ സമ്മറി ചോദിച്ചാലും നമ്മൾ എന്ത് എഴുതുന്നു? ഹൈക്കു എന്താണെന്ന് എഴുതണം, ബാഷോനെ കുറിച്ച് എഴുതണം, അതിനുശേഷം ഈ 2 എഴുതണം. മനസ്സിലായോ? അപ്പം ആ ഒരു ഒറ്റൊരു ആൻസർ, അതായത് ഹൈക്കു എന്താണ്, ബാഷോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇൻ ക്യോട്ടോൻ്റെ സമ്മറി, ഓൾഡ് പോണ്ടിൻ്റെ സമ്മറി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതാ കണ്ടോ, ദി ഓൾഡ് പോണ്ട് എന്ന് പറഞ്ഞിട്ട് 3 വരി കൊടുത്താൽ 3 വരി കാണാപ്പടം പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പഠിച്ചോട്ടോ നിങ്ങൾ, നമ്മുടെ പോയത്തിനെ കുറിച്ച്. പിന്നെ ഇവിടെ ഇൻ ക്യോട്ടോയുടെ 3 വരി കൊടുത്തിട്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ഇത് പഠിച്ച് പോയി കഴിഞ്ഞാൽ ആ പാഠഭാഗത്തിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഹൈക്കു എന്നുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാണ് ഐ ഹാവ് എ ബ്രൂം എന്നുള്ളത്. ഓക്കെ, അപ്പം ഐ ഹാവ് എ ബ്രൂമിന്ന് നമ്മൾ ആ ഒരു പാഠഭാഗത്തിനെ കുറിച്ച് എബൌട്ട് പോയം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതിനുശേഷം നമുക്ക് എസ് എ ആയിട്ട് ഒരു വർക്കിനെ കുറിച്ചും പേഴ്സണൽ കാര്യത്തെക്കുറിച്ചും ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്, അല്ലേ? എന്താ പറയുക, ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു തൂപ്പുകാരിയാണ്, അല്ലേ, അടിച്ചു വാരുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു വർക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പേഴ്സണൽ കാര്യങ്ങൾ, ഞാൻ അഴുക്കുകൾ നീക്കം ചെയ്തു എന്ന് പറയുമ്പം അത് ആ ഒരു ബ്രൂം വെച്ച് സ്വീപ്പ് ചെയ്യുന്നതാവാം, ഒരു സ്വീപ്പറിൻ്റെ ജോലി, അല്ലേ, സ്വീപ്പ് ചെയ്യുന്നതും ആവാം,
തൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഴുക്കുകൾ അല്ലെ മറ്റുള്ളവരുടെ അഴുക്കുകളും മൂവ് ചെയ്യുന്നതാവാം, നീക്കം ചെയ്യുന്നതും ആവാം. അപ്പോൾ എപ്പോഴും പേഴ്സണൽ ലൈഫും ഈ സ്വീപ്പർ എന്നുള്ള വർക്കും കൂടിയിട്ട് മിങ്കിൾ ചെയ്ത് ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് പോയം ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് തന്നെയാണിത്. കാരണം സ്ത്രീകളെ ഒരു എംപവർമെൻറ്റ് അല്ലെ, അവർ ഏത് വർക്കാണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിൻ്റെ കാര്യങ്ങൾ വെപ്പണായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കാനാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പം ഇതും തീർച്ചയായിട്ടും വിമൻ ക്യാൻ ബി എംപവേർഡ് എന്ന് പറയുന്നൊരു കവിത തന്നെയാണ്. സ്ത്രീകൾ കുറച്ചും കൂടിയും ശക്തിപ്പെടണം, സ്ത്രീ ശാക്തീകരണം, ഒരു വുമൻ എംപവർമെൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫെമിനിസ്റ്റ് പോയം തന്നെയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഈ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട്, കാരണം മദറിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ആ ഒരു ജോലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഐ ബ്രാൻഡിഷ് എ ബ്രൂം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തത് വോൺ യു സെലിബ്രേറ്റ് വിത്ത് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തു നിന്ന് നമ്മൾ അത്രയും കാര്യങ്ങളാണ്. വോൺ യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എബൌട്ട് പോയം നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം നമ്മളിതിൽ എസ്സേ ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോയറ്റിക് സ്റ്റൈല്, ഏതൊക്കെ രീതിക്കാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ സെൽഫ് അസേർഷൻ്റെ ഒരു ടോപ്പിക്ക് കൂടി വെച്ച് എഴുതാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ഈ ഒരു കവിതയിൽ നമ്മുടെ പോയിറ്റ് എ കൈൻഡ് ഓഫ് ലൈഫ് രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഒരു ജീവിതം എങ്ങനെയോ രൂപപ്പെടുത്തി എടുക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് ഇവിടെ. ഒന്ന് ഒരു വുമൺ ആയതിൻ്റെ പ്രശ്നവും ഒന്നൊരു നോൺ വൈറ്റ് ആയതിൻ്റെ പ്രശ്നവും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു കൈൻഡ് ഓഫ് ലൈഫ്, ഒരു തരത്തിലുള്ള ഒരു ജീവിതം ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളോട് വരുന്നില്ലേ എന്നാണ് നമ്മുടെ പോയിറ്റ് ടൈറ്റിലൂടെ ചോദിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക, സ്വയം വിലയിരുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നിലപാടുകളെക്കുറിച്ച്, ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് പറയുന്നൊരു കവിതയാണ് അല്ലേ. റെസിസ്റ്റൻസ് ആൻഡ് സെൽഫ് അസേർഷൻ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചെറുത്തുനിൽപ്പ്, സെൽഫ് അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള നിലപാടുകൾ. അപ്പം ഈ സ്വന്തം നിലപാടുകൾ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പുകൾ, അപ്പോൾ അതിനെ കുറിച്ച് നമ്മളെടുത്ത് ചോദിച്ചേക്കാം. അപ്പോൾ അത് നമ്മുടെ കവിതയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്ത ഒരു പാഠഭാഗമാണ് ടു സീ ഹിം അഗെയിൻ. ടു സീ ഹിം അഗെയിനിൽ അവർ പോയ ആ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ആ ഒരു കവിതയുടെ സെൻട്രൽ ഐഡിയ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കുറേ ഇമേജസ് കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, ലവ് ആൻഡ് ലോസ് എന്ന് പറയുന്നതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഒരു പ്രണയത്തെക്കുറിച്ചും ഇതിൽ ലവിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്, ലോസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാനായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ എ സെഞ്ച്വറി ലേറ്ററിലും എബൌട്ട് പോയം നമ്മൾ നോക്കണം. അതിൽ മലാല യൂസഫ്സായിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ആ ഒരു കവിതയിൽ എന്താണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഗേൾസിൻ്റെ റൈറ്റിനെ കുറിച്ച് അല്ലേ. അപ്പോൾ ആ ഒരു ഗേൾസിൻ്റെ ആ ഒരു റൈറ്റിനെ കുറിച്ച്, പിന്നെ മലാലയെ കുറിച്ച്, ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി അടുത്തത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കരോൾ ആൻഡ് ഡഫി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇതിൽ അത്രയും എസ്സേക്ക് വരാൻ സാധ്യതയുള്ള ഒന്നും ഇതിലില്ല. നമ്മുടെ ഈ ഒരു കവിതയിൽ ടെക്സ്റ്റ് മെസ്സേജിനെ കുറിച്ച് കവി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ആ ഒരു എക്സിൻ്റെ കാര്യവും, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിസ്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാൽ മതിയായിരിക്കും. അങ്ങനെ എസ്സേക്കുള്ള സ്കോപ്പിൽ കാണാനില്ലേ, ചിലപ്പോൾ ചോദിച്ചേക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയോടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ റിവോൾവിംഗ് ഡേയ്സിൽ ഞാൻ എപ്പോഴും പറയുന്നത് അതിലെ ഷർട്ടിൻ്റെ കാര്യം, ഷർട്ട്സിൻ്റെ കളേഴ്സിൻ്റെ കാര്യം, ഓരോ കളറും എന്തിനെ മെൻഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രസൻറ്റും പാസ്റ്റും കമ്പയർ ചെയ്ത് എഴുതുന്നുണ്ട്, അതിൽ കണക്ട് ചെയ്ത് എഴുതുന്ന ഒരു കവിതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത്, പ്രസൻറ്റ് ആ ഒരു പാസ്റ്റ് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ നെക്സ്റ്റ് കവിത എന്ന് പറയുന്നത് ത്രഷോൾഡാണ്. ത്രഷോൾഡിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ബോയ്ഹുഡിൽ നിന്നും മാൻഹുഡിലേക്കുള്ള അല്ലെങ്കിൽ ജോയിൽ നിന്നും റിഗ്രറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മുടെ കവിതയുടെ സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നോക്കി വെക്കണം. മെയിനായിട്ട് ആ ഒരു ചേഞ്ചാണ്, ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്, ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ. ദെൻ
അങ്കിൾ പോഡ്ജർ ഹാങ്സ് എ പിക്ചർ. ഇതിൽ ആ ഒരു അങ്കിൾ പോഡ്ജറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാഠത്തിൻ്റെ സമ്മറി പഠിച്ചു വെച്ചാൽ തന്നെ ആളെക്കുറിച്ച് എഴുതാൻ പറ്റും. ആൾ എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ അബദ്ധങ്ങൾ ആൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിൽ എഴുതിയാൽ മതി. അപ്പം നമ്മുടെ അങ്കിൾ പോഡ്ജറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഇതിലെ ഹ്യൂമർ, എലമെൻ്റ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലോ, അതൊന്ന് നോക്കുക. പിന്നെ അങ്കിൾ പോഡ്ജറിൻ്റെ കാഴ്ചപ്പാട്, ആരും ഹെൽപ്പ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്ത് തീർത്തു എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ അത്, പിന്നെ അങ്കിൾ പോഡ്ജറിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ആ കഥയിലുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അതിൽ മെയിനായിട്ട് കോമിക് എലമെൻസിനെ കുറിച്ചും അങ്കിൾ പോഡ്ജർ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 ചോദിച്ചാലും ആ കഥയുടെ സമ്മറി അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് ചാപ്റ്ററാണ് വാർ. വാർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ ഏത് വാറിനെ കുറിച്ചാണ് പറയുന്നത്, അതിൽ ക്യാരക്ടേഴ്സ്, പിന്നെ എവിടം മുതൽ എവിടം വരെയുള്ള ട്രെയിനാണ്, അതിൽ ആ ലേഡീൻ്റെ സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. പിന്നെ എൻഡിൽ ആ ഓൾഡ് മാൻ പറഞ്ഞ കാര്യം അല്ലേ, ഓൾഡ് മാൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു ആ ഒരു ലേഡി അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ. പിന്നെ ഈ ഒരു പാട്രിയോട്ടിസം, ദേശഭക്തിനെ കുറിച്ച് വാറിൽ പറയാം. പാട്രിയോട്ടിസം എന്നുള്ള വേർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദേശഭക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ദേശഭക്തി ഈ ഒരു കവിതയിൽ എങ്ങനെയാണ് പറയുന്നത്, ദേശഭക്തി. അപ്പോൾ അതിൽ ഓൾഡ് മാൻ അതിൽ പറയുന്നത് യങ്ങായിട്ടിരുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് രാജ്യത്തിന് വേണ്ടിയാണ് അവർ മരിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്, കരയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ, ആ ഒരു പാട്രിയോട്ടിസത്തിൻ്റെ തീം ഇതിൽ വരുന്നതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. പിന്നെ അതിൽ ആ ഒരു സ്ത്രീയും മറ്റുള്ളവരും തമ്മിലുള്ളൊരു സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ്റെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ചാപ്റ്ററാണ് ഗ്രീൻ ലീവ്സ്. ഗ്രീൻ ലീവ്സിൻ്റെ മൊത്തം സമ്മറി നിങ്ങൾ പഠിച്ചു വയ്ക്കാം. 3 കള്ളന്മാർക്ക് എന്ത് സംഭവിക്കുന്നു, ആ ഒരു യൂറോപ്യൻസും ലിയോ ക്ലാനും തമ്മിലുള്ള ആ ഒരു ക്ലാഷിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അവരുടെ സംസാരത്തെക്കുറിച്ച് ഇല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കാം. പിന്നെ അതിൽ എസ്സേക്ക് ഇപ്പോൾ സ്കോപ്പ് എന്ന് പറയാനായിട്ട് അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ച്, ഒരു പ്രത്യേകതരം ജീവിതമാണ് അവരുടെ അല്ലെ. ആ ഒരു ആത്മാവ് ഉയരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഹട്ടിൽ പോകണം, മരിക്കുന്നത് കാണണ്ടെന്ന് പറയുന്നു. കള്ളനായതുകൊണ്ട് എല്ലാവരും കൂടി കൊന്നു കഴിഞ്ഞാലും അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, കള്ളനെ കൊന്നാൽ അത് കേസാക്കേണ്ട കാര്യമില്ല. പിന്നെ ആ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മേലെ ഗ്രീൻ ലീവ്സ് ഇടുന്നു, വിലാപഗാനം പാടുന്നു. ഇതൊക്കെ ലൈക്ക് ഇവരുടെ ആ ഒരു പിന്നെ ആ ഒരു ഭസ്മം അല്ലേ, നമ്മുടെ ന്യാഗറ ഭസ്മം എടുത്തിട്ട് ഒരു പൗഡർ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക കഴിക്കുന്നുണ്ട്, കുറച്ചിങ്ങനെ ഊതി കളയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റാണ് ഇതിന്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കി വെക്കേണ്ടത്. ഇനി അടുത്തത് ടെമ്പസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ സ്റ്റോറി, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിനും മുന്നുള്ളൊരു സ്റ്റോറി ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിരുന്നു. ആ സ്റ്റോറി, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി നമ്മുടെ ഫെർഡിനാൻഡിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ അതേപോലെ തന്നെ മിറാൻഡയുടെ ആ ഒരു സ്നേഹം ഫെർഡിനാൻഡുള്ളത്, അവരുടെ ലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോയിട്ട് പറയുന്നത്, നേരത്തെ എഴുന്നേക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മൊത്തം അനലൈസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ അതിൽ മൊത്തം സമ്മറി ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയായിരിക്കും. ആളുടെ ഓൺ എക്സ്പീരിയൻസ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്, പിന്നെ എന്തൊക്കെ ചാലഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ, അപ്പോൾ അതിനെക്കുറിച്ചും കൃത്യമായിട്ട് നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ക്രിട്ടിക്കലി അനലൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഠഭാഗത്തിലെ സമ്മറി മൊത്തം കൂടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ക്രെഡിറ്റിംഗ് പോയട്രിയാണ്. ക്രെഡിറ്റിംഗ് പോയട്രി ഒരു സ്പീച്ചാണ്. അപ്പോൾ ആ സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ ആൾ പറയുന്നു, മറ്റുള്ള പോയിറ്റ്സ് ആയിട്ടുള്ള കണക്ഷൻ, പിന്നെ ആളുടെ വീടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്, പിന്നെ ആൾ എന്താ പറയുക, ഒരു പോയട്രീനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതും അതൊരു സ്പീച്ചിൻ്റെ സമ്മറി പഠിച്ചാൽ മതിയായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് ഓരോ ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ ഇത് എസ്സേക്ക് വേണ്ടി നിങ്ങൾ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ പാഠഭാഗത്തിൻ്റെയും സമ്മറി മനസ്സിലാക്കി 2 മാർക്ക് പഠിച്ച് എബൌട്ടിൻ്റെ ആ സെഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. ഇനി എങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഒരുപാട് തവണയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു ചോദ്യം വന്നേക്കാണ്, ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ എത്രത്തോളം അതിന് ആപ്റ്റാണ്, ഇതാണ് ഒരു ചോദ്യം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എസ്സേ ആയ സ്ഥിതിക്ക്
നമ്മളൊരു 2.5 പുറമാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, 2.5 പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പേജിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ എഴുതി, അതിൻ്റെ അപ്പുറത്തെ പേജോ അല്ലെങ്കിൽ പുതിയൊരു പേജിലോ നമ്മൾ ഫുള്ളായിട്ട് എഴുതി. ഇതിനെയാണ് നമ്മൾ 2 പുറം എന്ന് പറയുക. പിന്നെ വേറൊരു പേജും കൂടി എടുത്തിട്ട് കുറച്ചും കൂടി, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2 പുറം മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. 2.5 പുറവും നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. 5 പാരഗ്രാഫ് തിരിച്ചാണ് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ 5 പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പാരഗ്രാഫിൽ എഴുതുന്നത് ഇൻട്രൊഡക്ഷനാണ്, ഇൻട്രോ പാരയാണ്. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്ന കാര്യം ഇൻട്രോ ലൈൻ എഴുതി. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിനെ കുറിച്ചുള്ള ഇൻട്രോ ലൈൻ എഴുതി, അതിനുശേഷം തീം ജസ്റ്റ് ഒന്ന് എഴുതി, നമ്മുടെ റൈറ്ററിനെ കുറിച്ച് എഴുതാൻ പറ്റുക 5 റൈറ്ററിനെ കുറിച്ചും നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈറ്റിലിനെ കുറിച്ച് വിശദീകരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ പാരഗ്രാഫിലും 4-ാമത്തെ പാരഗ്രാഫിലും ഈ ഒരു 3ഉം 4ഉം പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് ആ ഒരു സ്റ്റോറീനെ കുറിച്ചാണ്. സ്റ്റോറീനെ കുറിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ കുറച്ച് 3-ാമത്തെ പാരഗ്രാഫിൽ എഴുതുക, കുറച്ച് 4-ാമത്തെ പാരഗ്രാഫിൽ എഴുതുക. 5-ാമത്തെ പാരഗ്രാഫിൽ എഗെയിൻ ആ ഒരു ടൈറ്റിലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതേപോലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രോ ലൈൻ, തീം, റൈറ്റർ, നമ്മൾ കോമൺ ആയിട്ട് ഇതാണ് എല്ലാത്തിലും നമ്മൾ എഴുതേണ്ട ഒരു കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, ഇതാണ് എല്ലാത്തിലും നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ചോദ്യം എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതുക. ദെൻ 3ഉം 4ഉം പാരഗ്രാഫിൽ ആ പാഠഭാഗത്തെക്കുറിച്ച്, സ്റ്റോറി ആവാം, പോയം ആവാം, അല്ലെ സ്പീച്ച് ആവാം, ആ ഒരു എസ്സേ ആവാം, ഏതാണോ പാഠഭാഗം അതിനെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് വേണം 3ഉം 4ഉം എഴുതാൻ. 5-ാമത്തേൽ എഗെയിൻ ആ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്ത് എഴുതി അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് എഴുതണ്ടേ. എഴുതുമ്പോൾ ഒരു 2-2.5 പേജിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാത്തിൻ്റെയും റിവിഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതൊരു ഫൈനൽ റിവിഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ച് എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്.